സർ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ 1971 നടന്ന യുദ്ധത്തിൻ്റെ പല ഭാഗങ്ങളാണല്ലോ സാർ കഥേമമ്മയിലൂടെ പറയാമെന്ന് പറഞ്ഞത്. ഇന്ന് എന്ത് കാര്യമാണ് പറയുക? ഞാൻ സാധാരണ ഈ 1971 നടന്ന യുദ്ധം പരാമർശിക്കുമ്പോൾ ദ ബ്ലഡ് ടെലഗ്രാം എന്ന് പറഞ്ഞൊരു പുസ്തകത്തിനെ പറ്റി പറയാറുണ്ട്. ആ പുസ്തകം അടുത്ത കാലത്ത് വായിച്ചപ്പോൾ ഈ അന്ന് യുദ്ധകാലത്ത് നമ്മൾ ഉണ്ട്, അന്ന് അറിയാതിരുന്ന ഒരുപാട് കാര്യങ്ങൾ, ഹിന്ദുക്കളെ കൊന്നൊടുക്കിയതിൻ്റെയൊക്കെ വല്ലാത്ത വിശദാംശങ്ങൾ ആ പുസ്തകത്തിലാണ് ഉള്ളത്. ദ ബ്ലഡ് ടെലഗ്രാം ഗാരി ജെ ബാസ് എഴുതിയ പുസ്തകമാണിത്. സാമാന്യം വലിയ പുസ്തകമാണ്. അപ്പോൾ ഈ പുസ്തകം എല്ലാവരും സത്യത്തിൽ വായിച്ചിരിക്കേണ്ടതാണ്. എങ്ങനെയാണ് പാകിസ്ഥാൻ ഇന്ത്യയെ നശിപ്പിക്കാൻ നോക്കിയത്, അതിൻ്റെ കൂടെ അമേരിക്ക എങ്ങനെ ആണ് നിലകൊണ്ടത്. ഈ പുസ്തകം ഗാരി ജെ ബാസ് എഴുതിയത് ഇന്ത്യ സീക്രട്ട് വാർ ഇൻ ഈസ്റ്റ് പാകിസ്ഥാൻ, കിഴക്കൻ പാകിസ്ഥാനിൽ ഇന്ത്യയുടെ രഹസ്യ യുദ്ധം എന്നുള്ള പേരിൽ. ഈ ഗാരി ജെ ബാസ് അമേരിക്കക്കാരനാണ്. പക്ഷേ അമേരിക്കൻ പക്ഷപാതിത്വം ഇല്ലാതെ ഇന്ത്യൻ പക്ഷത്ത് നിന്നുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് വെച്ചാൽ അതുമായി ബന്ധപ്പെട്ടൊരു കഥയാണ് ഇന്ന് ഞാൻ പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1971 യുദ്ധം 13-14 ദിവസത്തെ യുദ്ധമാണ്. അപ്പോൾ ആ യുദ്ധം നടന്നുകൊണ്ടിരിക്കെ അമേരിക്കൻ വിമാനങ്ങൾ പാകിസ്ഥാനിൽ എത്തിയ കഥയാണ് ഇന്ന് പറയുന്നത്. അതായത് പാകിസ്ഥാനെ സഹായിക്കാൻ വേണ്ടി. പക്ഷെ അമേരിക്കയ്ക്ക് നേരിട്ട് അമേരിക്കയിൽ നിന്ന് വിമാനം പാകിസ്ഥാന് കൊടുക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ ചില ഇസ്ലാമിക രാജ്യങ്ങൾ വഴി ആ രാജ്യങ്ങൾ കൊടുക്കുന്നു എന്നുള്ള മട്ടിൽ ആണിത് ചെയ്തത്. പ്രധാനമായിട്ടും ജോർദാൻ, ഇറാൻ രാജ്യങ്ങൾ വഴിയാണ് വിമാനങ്ങൾ അമേരിക്ക കൊടുക്കുന്നത്. അമേരിക്കയുടെ വിമാനങ്ങൾ ആ രാജ്യങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെ നിന്ന് ഈ വിമാനങ്ങൾ എത്തി എന്നുള്ള മട്ടിലാണ്. ജോർദാനും ഇറാനും സഹായിച്ചു അല്ലേ എന്നാണ് വരിക. പുറത്താളുകൾ അറിയുമ്പോൾ ജോർദാനും ഇറാനും ഇങ്ങോട്ട് 6 വിമാനം കൊടുത്തു എന്നിരിക്കട്ടെ, ഉടനെ അമേരിക്ക അത് റീപ്ലേസ് ചെയ്യും എന്ന് പറഞ്ഞ വാക്ക് കൊടുത്തിട്ടാണ്. അപ്പൊ 6 വിമാനം ജോർദാനിലോ അങ്ങോട്ട് കൊടുക്കും. ആ കണക്ക് ശരിയായിരിക്കും, അല്ലെങ്കിൽ പിടിക്കപ്പെടുമല്ലോ. അപ്പൊ ഇത് ഈ ബ്ലഡ് ടെലഗ്രാം പുസ്തകത്തിൽ ഇതിൻ്റെ വിശദാംശങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഈ അടുത്തിടെ അന്ന് റിച്ചാർഡ് നിക്സൺ പ്രസിഡന്റ്, ഹെൻറി കിസിഞ്ചർ NSA നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്, അങ്ങനെയാണ്. അപ്പോൾ അന്ന് ഇവർ തമ്മിൽ നടന്ന സംഭാഷണങ്ങളുടെ ട്രാൻസ്ക്രിപ്റ്റുകളൊക്കെ വെച്ചിട്ടാണ് ഈ പുസ്തകമൊക്കെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ കിസിഞ്ചർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിരുന്ന കിസിഞ്ചർ, അദ്ദേഹം 100ാമത്തെ വയസ്സിൽ സമീപകാലത്താണ് മരിച്ചത്. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം കുറേ രേഖകൾ അമേരിക്ക ഡീക്ലാസിഫൈ ചെയ്തു എന്ന് പറഞ്ഞാൽ രഹസ്യമല്ലാതെ ആക്കി. അതുവരെ പബ്ലിക്കിന് എടുക്കാം. അതിൻ്റെ അകത്തും ഈ വിവരങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ പാകിസ്ഥാന് അന്ന് അമേരിക്ക ആയുധങ്ങൾ കൊടുക്കാൻ പാടില്ലായിരുന്നു. എന്താന്ന് വെച്ചാൽ ആംസ് എംബാർഗോയിൽ പെട്ടിരിക്കുകയായിരുന്നു പാകിസ്ഥാൻ. അമേരിക്ക ആയുധങ്ങൾ പാകിസ്ഥാന് വിൽക്കരുത് എന്ന് അമേരിക്കയുടെ തീരുമാനമുണ്ട്. ആ തീരുമാനം ലംഘിച്ചുകൊണ്ടാണ്, നിയമവിരുദ്ധമായിട്ടാണ് നിക്സണും കിസിഞ്ചറും ഈ ഇടപാട് നടത്തിയത്. അതാണ് സംഭവം. അപ്പോൾ നിയമവിരുദ്ധമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പാകിസ്ഥാന് വിമാനങ്ങളും ആയുധങ്ങളും കൊടുക്കുകയാണ്. അങ്ങനെ അമേരിക്കയുടെ പോർ വിമാനങ്ങൾ ജോർദാൻ, ഇറാൻ വഴി കൊടുത്തു. വിദേശ പ്രതിരോധ വകുപ്പുകൾ, അമേരിക്കയിലെ വിദേശ വകുപ്പും വിദേശകാര്യ വകുപ്പും പ്രതിരോധ വകുപ്പും അതിനെ എതിർത്തു. എന്നിട്ടും അത് കൊടുക്കാൻ നിക്സണും കിസിഞ്ചറും ചേർന്ന് തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിക്കുമ്പോൾ ആ നിക്സണും കിസിഞ്ചറും ഇരിക്കുന്ന മുറിയിലേക്ക് അറ്റോർണി ജനറൽ ജോൺ മിച്ചൽ കയറി ചെന്നു. ഇങ്ങനെ ചെയ്യരുത് എന്ന് അദ്ദേഹവും അറ്റോർണി ജനറലും പറഞ്ഞില്ല. ഇതിന് ഒത്താശ ചെയ്യുന്ന വിധത്തിലാണ് അറ്റോർണി ജനറലും പെരുമാറിയത്. അപ്പോൾ
കിസിഞ്ചർ ഈ ട്രാൻസ്ക്രിപ്റ്റൊക്കെ പിന്നീട് ഉണ്ടാവുമല്ലോ, രേഖയായിരിക്കുമല്ലോ. അതെ. അതുകൊണ്ട് കിസിഞ്ചർ നിക്സനോട് പറയുന്നുണ്ട്, നാം ഇരുവരും നിയമം ലംഘിക്കുന്നു. ഞാൻ മാത്രമല്ല നിങ്ങളും ഉണ്ട് എന്നുള്ളത് രേഖ വരുമ്പോൾ കിടക്കണമല്ലോ, കൂട്ടുപ്രതിയാണ്. അതെ. അപ്പം അങ്ങനെ സംഭാഷണത്തിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്. ജോർജ് ബുഷ്, HR ഹാൽഡമാൻ, അലക്സാണ്ടർ ഹെയ്ഗ് തുടങ്ങി അവരുടെ വലം കൈകളായിട്ട് ഉണ്ടായിരുന്നല്ലോ. പിന്നീട് പ്രസിഡൻ്റാകുന്ന ജോർജ് ബുഷ് സീനിയർ അങ്ങേരും ഈ കൂട്ടത്തിലൊക്കെ അന്നുണ്ട്, ഇവരുടെ കൂട്ടത്തിൽ. അപ്പോൾ ഇവരും ഒക്കെ അറിഞ്ഞിട്ടാണ് ചെയ്തത്. അന്ന് പാകിസ്ഥാൻ ഭരിക്കുന്നത് യാഹ്യ ഖാനാണ്, പട്ടാള മേധാവിയായിരുന്ന. അട്ടിമറി നടത്തി യാഹ്യ ഖാൻ ഭരിക്കുന്നു. അപ്പോൾ യാഹ്യ ഖാൻ്റെ ഒരു സന്ദേശം നിക്സന് എത്തുകയാണ്, ഞങ്ങൾക്ക് കുറേ വിമാനങ്ങൾ അടിയന്തരമായിട്ട് ആവശ്യമുണ്ട് എന്ന്. യുദ്ധത്തിൻ്റെ 2-ാം ദിവസമാണ് ഈ യാചന യാഹ്യ ഖാൻ്റെ അമേരിക്കയിൽ എത്തുന്നത്. അപ്പോൾ സുഹൃത്തുക്കളായ 3-ാം രാജ്യങ്ങൾ വഴി അതങ്ങനെ ഞങ്ങൾക്ക് തരാമല്ലോ എന്ന് ചോദിച്ചു. അങ്ങനെ സുഹൃത്തുക്കളായ 3-ാം രാജ്യങ്ങൾ വിമാനം തരാൻ തയ്യാറായാൽ ദയവ് ചെയ്തത് തടയരുത് എന്നും യാഹ്യ ഖാൻ പറഞ്ഞു. അപ്പോൾ പാകിസ്ഥാന് സൈനിക സപ്ലൈ മറ്റേ കട്ട് ചെയ്തിരുന്ന സമയമാണത്, ഒരു സപ്ലൈയും പാടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ തോറ്റുപോകുന്ന അവസ്ഥയിലാണ് പാകിസ്ഥാൻ നിൽക്കുന്നത് എന്ന് കിസിഞ്ചർ പറഞ്ഞു. എന്നാലും നമ്മൾ ഈ സമയത്ത് എന്തെങ്കിലുമൊക്കെ സഹായിക്കേണ്ടതാണല്ലോ. അപ്പോൾ ഇറാൻ വഴി തരാമോ എന്ന് യാഹ്യ ഖാൻ ചോദിച്ചു. അപ്പോൾ കിസിഞ്ചറും നിക്സനും ഉടൻ തന്നെ അതിന് തയ്യാറായി. ഇറാൻ്റെ ഈ ആയുധം നഷ്ടമായി കഴിഞ്ഞാൽ, ഇറാൻ കൊടുക്കുന്നു പാകിസ്ഥാന്, ഇറാൻ കൊടുക്കുന്ന ആയുധം നഷ്ടമായി കഴിഞ്ഞാൽ അമേരിക്ക അതെങ്ങനെ റീപ്ലേസ് ചെയ്യും എന്ന് കിസിഞ്ചർക്ക് ഉത്കണ്ഠയുണ്ടായിരുന്നു. ഇതെങ്ങനെ, അതായത് ഒരു 3-ാം രാജ്യം പാകിസ്ഥാന് കൊടുക്കുന്നു, ഇത് ഏത് തരത്തിൽ അവർക്ക്, ഇതും അമേരിക്കയിൽ അറിയുമല്ലോ, കുറേ വിമാനം അവിടുന്ന് വേറെ സ്ഥലത്തേക്ക് പോയാലും അതെങ്ങനെ ചെയ്യും എന്നുള്ള ഉത്കണ്ഠ കിസിഞ്ചർക്ക് ഉണ്ടായിരുന്നു. ചോർന്നു കഴിഞ്ഞാൽ നമുക്ക് നിരസിക്കാം, നിഷേധിക്കാം, അങ്ങനെ സംഭവം ഇല്ല അല്ലേ? സാധാരണഗതിയിൽ രാഷ്ട്രീയ നേതാക്കൾ ചെയ്യുന്നതാണ്. വീഡിയോ TV വരാൻ തുടങ്ങിയപ്പോഴാണ് ഇത് നിന്നുപോയത്. മുമ്പ് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് സ്ഥിരം നിഷേധിക്കാറുണ്ടായിരുന്നു. അങ്ങനെ നിഷേധിക്കാം എന്ന് നിക്സൺ പറഞ്ഞു. കുറച്ച് ദിവസം തളരാതെ പാകിസ്ഥാൻ നിൽക്കട്ടെ എന്നും നിക്സൺ പറഞ്ഞു. അപ്പോൾ വിദേശകാര്യ വകുപ്പുകൾ ഒന്നും അറിയാതെ ഈ ഷായെ നിക്സൺ വിളിച്ചു. ഇറാനിലെ ഷാ റേസ പഹ്ലവി അങ്ങേരെ പിൻവാതിൽ വഴി ഷായ്ക്ക് കൊടുക്കുക. അതായത് ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ എംബസി ഉണ്ട്. ആ എംബസിയിലെ അമേരിക്കയുടെ സ്ഥാനപതി അറിയാതെ ആണ് ഈ പരിപാടി നടത്തുന്നത് നിക്സൺ. അങ്ങനെ ടെഹ്റാനിലെ അമേരിക്കൻ സ്ഥാനപതി അറിയാതെ ഇറാൻ അയച്ചത് റീപ്ലേസ് ചെയ്യാം എന്ന്, ഇറാൻ പാകിസ്ഥാന് കൊടുക്കുന്നു, റീപ്ലേസ് ചെയ്യാം എന്ന് പറഞ്ഞു. പാകിസ്ഥാൻ 2 ദിവസം ഇന്ത്യക്കാരെ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊരു കാവ്യനീതി ഉണ്ട് എന്ന് നിക്സൺ പറഞ്ഞു. അപ്പോൾ യാഹ്യ ഖാനിൽ നിന്ന് ജോർദാനിലേക്കും അപേക്ഷ പോയി, നിങ്ങൾ സഹായിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ 8-10 F-104 സ്റ്റാർ ഫൈറ്റർ വിമാനങ്ങൾ, ഇൻ്റർസെപ്റ്റേഴ്സ്, അതാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്നും പറഞ്ഞു. 8-10 F-104 സ്റ്റാർ ഫൈറ്റർ ഇൻ്റർസെപ്റ്റേഴ്സ്, മറ്റു വിമാനങ്ങളെയൊക്കെ തടയുന്ന വിമാനങ്ങളാണ് വേണ്ടത്. അപ്പോൾ ഹുസൈൻ രാജാവ് ഒരു സ്ക്വാഡ്രൺ വിമാനങ്ങൾ കൊടുക്കാൻ തയ്യാറായി. പക്ഷേ അനുവാദമില്ലാതെ അത് പറ്റില്ല. അപ്പോൾ ഹുസൈൻ രാജാവ് ചോദിച്ചു, അമ്മാനിലെ അമേരിക്കൻ എംബസിയോട് ചോദിച്ചിട്ട് ചെയ്യട്ടെ, അവരറിഞ്ഞിട്ട് ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ പക്ഷേ അവർ കൈമലർത്തി, എംബസി ഉദ്യോഗസ്ഥരെ അവർ പിന്മാറി.
ഞങ്ങൾക്ക് ഇതിലൊന്നും പങ്കില്ല, കാരണം കൊടുക്കാൻ പാടില്ല എന്നുള്ള നിയമമുള്ളത് അവർക്കറിയാമല്ലോ. ഞങ്ങൾ അറിഞ്ഞിട്ട് നിങ്ങളൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ വിദൂര യുദ്ധത്തിൽ നിങ്ങൾ ഈ ജോർദാനിൽ നിന്ന് ഇങ്ങനെ ഇടപെടുന്നത് അധാർമികമാണെന്ന് അമേരിക്കൻ എംബസി ഹുസൈൻ രാജാവിനെ അറിയിച്ചു. അപ്പോൾ നിക്സൺ പറഞ്ഞു ടെഹ്റാനിലെ US സ്ഥാനപതിയെ പറ്റി കിസിഞ്ചറോട്, നമ്മളിങ്ങനെ ചെയ്യുന്നത് ആ നാറി അറിയരുത്. ഈ ട്രംപിനേക്കാൾ കഷ്ടമാണ് നിക്സൺ. വാ തുറന്നു കഴിഞ്ഞാൽ തെറിയേ പറയൂ. അത് ഈ പുസ്തകത്തിൽ ഉടനോളം നമുക്ക് കാണാം. അപ്പോൾ ആ സ്ഥാനപതി അറിയരുത് എന്ന് പറഞ്ഞു. സൺ ഓഫ് എ ബിച്ച് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കഴിവേറി എന്നൊക്കെ പറയാം. അപ്പോൾ എന്ത് ഗുണമാണിപ്പോൾ പാകിസ്ഥാനി വിമാനങ്ങളൊക്കെ അയച്ചിട്ടുണ്ടാവുക? ആകെ അത് കുറ്റിയേറ്റ് നിൽക്കുകയാണല്ലോ. എന്ത് ഗുണമാണ് നമ്മളിത് കൊടുത്തിട്ടുണ്ടാവുക എന്ന്. അപ്പോൾ കിസിഞ്ചർ പറഞ്ഞു ഇന്ത്യയെ കുറച്ചൊക്കെ നമുക്ക് പാഠം പഠിപ്പിക്കാം. അമേരിക്കൻ വിമാനങ്ങൾ ഉണ്ടെന്ന് കണ്ടിട്ടൊക്കെ കുറച്ച് പേടിച്ചോട്ടെ. റഷ്യ കുറച്ച് വിലയും കൊടുക്കട്ടെ. റഷ്യ അവരുടെ കൂടെയാണല്ലോ, റഷ്യയും കുറച്ച് വില കൊടുക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ജോർദാനിൽ നിന്ന് 4 എണ്ണം, പിന്നെ 22 എണ്ണം പാകിസ്ഥാനിലേക്ക് പോയി. തുർക്കി 5 എണ്ണം കൊടുക്കും. അന്നും തുർക്കി പാകിസ്ഥാൻ്റെ കൂടെ തന്നെയാണ്. അപ്പോൾ സൗദിയോട് സംസാരിക്കാം എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഈ വിമാനങ്ങൾ പോയി സൗദി വഴി എത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടികളാണ്, അല്ലാതെ സൗദി വിമാനങ്ങൾ കൊടുക്കുന്നതല്ല. സൗദിയോട് സംസാരിക്കാം എന്ന് പറഞ്ഞു. റീഫ്യൂവലിംഗ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സൗദിയിൽ വിമാനങ്ങൾ അമേരിക്കയിൽ എത്തിയിട്ട് അത്തരം സൗകര്യങ്ങൾ ചെയ്യാമോ എന്ന് ചോദിക്കാനാണ്. അപ്പോൾ ഒരു സ്ക്വാഡ്രൺ ജോർദാനിൽ നിന്ന് F-104 അവിടുന്ന് പുറപ്പെട്ടു. പക്ഷേ അവസാനമായപ്പോൾ ആകെ 17 വിമാനങ്ങൾ ജോർദാനിൽ നിന്ന് മറ്റേ പാകിസ്ഥാനിലേക്ക് പോയി. വഴിക്ക് സൗദിയിൽ നിന്നു ഈ വിമാനങ്ങൾ. അമേരിക്കൻ എംബസി അറിഞ്ഞില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ മറ്റേ ഈ ജോർദാനിലെ അമേരിക്കൻ എംബസിക്കാർക്ക് സംശയം വന്നു. ഈ സ്ഥിരമായി ജോർദാനിലെ ഈ പൈലറ്റുമാരെ ബാറുകളിൽ കാണുന്നുണ്ടായിരുന്നു മുമ്പ്, ഇപ്പൊ കാണുന്നില്ല. ഇവരെവിടെ പോയി എന്ന് ഈ അമേരിക്കൻ എംബസി ഓഫീസർമാർ തിരക്കാൻ തുടങ്ങി. അപ്പോൾ തുർക്കി 22 എണ്ണം അന്ന് അയച്ചതായിട്ടാണ് ഈ പുസ്തകത്തിലുള്ളത്. കിസിഞ്ചർ ചൈനയെ കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തു. ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ചൈനയെയും അറിയിച്ചു കിസിഞ്ചർ. അപ്പോൾ ഇറാനിൽ നിന്ന് ആയുധങ്ങളും കൊടുത്തതായിട്ടാണ് പുസ്തകത്തിൽ പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ വടക്കൻ സേനയ്ക്ക്, നമ്മുടെ നോർത്തേൺ കമാൻഡിന് അമേരിക്ക നേരത്തെ റഡാർ തരാമെന്ന് പറഞ്ഞിരുന്നതാണ്. 1971 മുമ്പേ കരാറൊക്കെ ഉണ്ടായിരുന്നു. ആ റഡാർ അമേരിക്ക തരികയും ചെയ്തില്ല ആ യുദ്ധത്തിൽ. മാത്രമല്ല ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയിൽ അമേരിക്ക ഒരു വെടിനിർത്തൽ പ്രമേയം അവതരിപ്പിച്ചു. അന്ന് ഈ യുദ്ധം നടക്കുമ്പോൾ വെടിനിർത്തണം എന്ന് പറഞ്ഞിട്ട് പ്രമേയം അവതരിപ്പിച്ചു. അത് പക്ഷേ സോവിയറ്റ് യൂണിയൻ വീറ്റോ ചെയ്തു. സോവിയറ്റ് യൂണിയൻ എന്നും വിശ്വസിക്കാൻ കൊള്ളാവുന്ന റഷ്യ ഒരു സുഹൃത്താണ്. അതാണ് സംഭവം. ഇത് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇന്ന് സ്ഥിതി എങ്ങനെയാണെന്ന് നോക്കുക. അമേരിക്കയുടെ നിലപാട്. അന്ന് അമേരിക്ക പാകിസ്ഥാനെ സഹായിക്കുകയാണ്. ഇന്ന് എത്ര മാറ്റമാണ്. ഇന്നിപ്പോൾ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നിലയിലേക്ക് വരും. ഇന്ന് മറ്റേ സ്പീക്കർ, അമേരിക്കയുടെ കോൺഗ്രസ്സിലെ സ്പീക്കർ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ മൈക്ക് ജോൺസ് സ്പീക്കർ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഇന്ത്യക്ക് ഊർജവും വിഭവങ്ങളും കൊടുക്കും. ഊർജവും വിഭവങ്ങളെന്ന് പറഞ്ഞാൽ പ്രതിരോധ രംഗത്തൊക്കെ അത് വലിയ അർത്ഥമാണ്. വലിയ അർത്ഥമാണ്. വിഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയും ഞങ്ങൾ ആയുധം കൊടുത്ത് ഇന്ത്യയെ സഹായിക്കും എന്നാണ് അമേരിക്ക ഇന്ന് പറഞ്ഞിരിക്കുന്നത്. പച്ചയ്ക്ക് പറയുക അല്ലേ? അതാണ് 1971 2025 തമ്മിലുള്ള വ്യത്യാസം. അതിൽ തുർക്കി മാത്രമാണ് ഇന്നും അല്ലേ പാകിസ്ഥാന്റെ കൂടെ ഉള്ളത്. ജോർദാനില്ല, ഇറാനും ഇല്ല. ഇറാൻ
കുറച്ച് പോസിറ്റീവ് ഒക്കെ ആയിട്ട് വർത്താനൊക്കെ പറയുന്നുണ്ട്, ചർച്ച വഴി പരിഹരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ രാജ്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.